ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് NCERTയും തുല്യതാ ടെക്സ്റ്റ് ബുക്കും കമ്പൈൻ ചെയ്ത് നമ്മുടെ ഒന്നാമത്തെ പാഠാണ്, +1 ടെക്സ്റ്റിലെ ഒന്നാമത്തെ പാഠാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ മൊത്തം ചോദിക്കുന്നത് ഈ ഒരു പാഠത്തിൻ്റെ ബേസിലാണ്, ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബേസിലാണ്. NCERT തുല്യതാ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അതൊരു തവണ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ടെക്സ്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കുറച്ച് കഠിനമായിട്ട് യൂസ് ചെയ്തത് കൊണ്ടും പിന്നെ കുറച്ച് വായിക്കാൻ വേണ്ടി കൊണ്ട് സിമ്പിൾ കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേയിലാണ് ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അധികം ആളുകളും തുല്യതാ ടെക്സ്റ്റ് വായിക്കുന്നതാണ് കുറച്ചും കൂടിയും ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ തുല്യതാ ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് പോയിന്റൊക്കെ NCERT ടെക്സ്റ്റിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എനിക്ക് അറിയുന്നതാണല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ ഈ അറിയുന്ന കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ PSC ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസുകൾ തന്നെ നമ്മൾ ഒന്ന് ഓർത്തു വെക്കുന്നതും ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസിനോട് ഒരു പരിചയം ഉണ്ടായിരിക്കുന്നതും എക്സാമിന് മുന്നേ അത് ഒരു പരിചയമാവുന്നതും നല്ലതാണ്. ഓക്കെ, അപ്പം വീഡിയോ മുഴുവനായിട്ട് ഇപ്പം നിങ്ങൾ കാണുക. LDക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ നോട്ട് എഴുതാണെന്ന് ഞാൻ പറയുന്നില്ല, സമയം മെനക്കെടുത്താൽ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനി LD എക്സാം കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും വേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ഒക്കെ ഇത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ LD എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കണ്ട് ഒന്ന് നോട്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നുള്ളത് എനിക്ക് വളരെയധികം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? നോക്കാം, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ഭരണഘടനയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ഇനി ഒരു ഭരണഘടന എന്തുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന ആളുകൾ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാ? ഒന്ന് ഭരണഘടനയുടെ ചുമതലകൾ, അതായത് എല്ലാ രാജ്യത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിലാണ് പറയുന്നത് ഒരു ഭരണഘടന എന്തൊക്കെ ചുമതലകളാണുള്ളത്. രണ്ടാമത്തത് ഒരു ഭരണഘടന എന്തുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ആളുകൾ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഭരണഘടനയുടെ ആവശ്യമാണ്. എന്താണ് ഒരു ഭരണഘടനയുടെ ആവശ്യം നമുക്കുള്ളത്? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിക്കൊണ്ട് ഒരു ഘടന വേണം. എവിടെ ആർക്ക് എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു ഘടന വേണം. അത് ചില രാജ്യങ്ങളിൽ എഴുതപ്പെട്ടതായിരിക്കാം, ചില രാജ്യങ്ങളിൽ എഴുതപ്പെടാത്തതായിരിക്കാം. ഇപ്പൊ നമ്മുടെ ഇന്ത്യ, അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. എന്നാ ബ്രിട്ടൻ, ഇസ്രായേൽ അവിടെയൊക്കെ എങ്ങനെയാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഭരണഘടനയുടെ ചുമതലകളാണ് ആദ്യം പറയുന്നത്. എന്തൊക്കെയാ ചുമതലകള് നോക്കിയേ. ഫസ്റ്റ് പറയുന്ന കാര്യം, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. ഓക്കെ, എന്താണ് ഭരണഘടന? ഏകോപനവും ഉറപ്പു നൽകുന്നു. തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ഭരണഘടനയാണ് വ്യക്തമാക്കുന്നത്. ഇനി തീരുമാനം എടുക്കാനുള്ള ആ ഒരു ഗവൺമെന്റിനാണ് നമുക്കറിയാം. അപ്പൊ ഈ ഗവൺമെന്റിന്റെ അധികാരത്തിന് എന്ത് ചെയ്യുന്നു? അതിന്റെ പരിധി നിശ്ചയിക്കുന്നു. പിന്നെ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, അതായത് എന്തൊക്കെയാണ് സമൂഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ ഉള്ളത് മുന്നോട്ട് വയ്ക്കുന്നു. അതേപോലെ തന്നെ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം, എല്ലാവരുടെയും ബേസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്തൊക്കെയാണെന്നുള്ളത് ഭരണഘടനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ പോയിന്റ്സ് നമുക്ക് നോക്കിയാലോ. ഭരണഘടന ഏകോപനവും ചുമതലയും നൽകുന്നു. നോക്കണേ, ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, എക്സ്ട്രാ കാര്യങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നോക്ക്, വിവിധ ജാതി, മത, രാഷ്ട്രീയ, സാമ്പത്തിക, ഭാഷാ വിഭാഗങ്ങൾ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യം വേറെ തന്നെ ഇല്ല അല്ലെ? ഇത്തരത്തിലുള്ള വ്യത്യസ്ത വിഭാഗക്കാരെ ഒന്നിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെല്ലാവർക്കും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ ഇവരെല്ലാവരെയും പൊതുവായി ബാധിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പൊതുവായി ബാധിക്കുന്ന ഒരു ഘടകം ഉണ്ടായാൽ മാത്രമേ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണഘടനയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവരിത് അനുസരിക്കുള്ളൂ അല്ലെ? രാജ്യത്തിലെ എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിവിധ ജാതിയിലുള്ളവരും മതത്തിലുള്ളവരും അല്ലെ, സ്കിൻ കളർ, ഭാഷ, എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിൽ സംസ്കാരം ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു കാര്യം തന്നെ, നമ്മളെ ഏകോപിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ ഭരണഘടനയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി വ്യത്യസ്ത വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുവാൻ വളരെ സഹായകമാണെന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചുമതല അതാണ്. ഇനി ഭരണഘടന എങ്ങനെയാ ഉറപ്പ് നൽകുന്നത്? നോക്ക്, ഭരണഘടനയും അനുബന്ധ നിയമങ്ങളും അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ വ്യവസ്ഥയിലൂടെ എല്ലാവരും ഭരണഘടന അനുസരിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം ഭരണഘടന ഏകോപനം നൽകുന്നുണ്ട്, അതേപോലെ തന്നെ എന്തും നൽകുന്നു, ഉറപ്പു നൽകുന്നു. രണ്ടാമത്തെ ചുമതല എന്താ? രണ്ടാമത്തെ ചുമതല തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഏത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിനാണെന്നുള്ള വ്യക്തമാക്കുന്ന ആരാണ്? ഭരണഘടനയാണ്. അപ്പൊ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു, എത്രത്തോളം അധികാരമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എവിടെയുള്ളത്? ഭരണഘടനയിലാണ്. ഉദാഹരണത്തിന് നിയമനിർമ്മാണത്തിനുള്ള അധികാരം നമ്മൾ നിയമനിർമ്മാണ സഭയ്ക്കാണ് കൊടുക്കുന്നത്. നിയമം നടപ്പിലാക്കാനുള്ളതോ കാര്യനിർവഹണ വിഭാഗത്തിന്, നിയമം വ്യാഖ്യാനിക്കാനുള്ളതോ നീതിന്യായ വിഭാഗത്തിന്, അല്ലെ? അങ്ങനെ ചുരുക്കത്തില് തീരുമാനം എടുക്കാനുള്ള ഇത് മൂന്നും പറയുന്നത്, അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നൊക്കെ പറയുന്നത് എന്താണ്? മൂന്നും കൂടെ കൂടിയതാണ് ഗവൺമെന്റ്, അല്ലെ? നമ്മൾ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്, അല്ലെ? ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളാണ് കാര്യനിർവഹണവും നിയമനിർമ്മാണവും നീതിന്യായം എന്നൊക്കെ പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത്. അപ്പൊ തീരുമാനം എടുക്കാനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നതും ഈ നമ്മുടെ ഇവിടെയുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും അധികാരങ്ങളും ചുമതലകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. വിവിധ വിഷയങ്ങളിൽ ആര് നിയമം ഉണ്ടാക്കണം, ആര് നടപ്പിലാക്കണം, ആര് നിയമം വ്യാഖ്യാനിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭരണഘടന തീരുമാനിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം ഭരണഘടന ഏകോപനവും ഉറപ്പു നൽകുന്നു. രണ്ടാമത്തത് തീരുമാനം എടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഇനി ഈ അധികാരം കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ അധികാരങ്ങൾ കൂടുതലായിട്ട് ഈ ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ചിലപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യാം, അല്ലെ? നമ്മുടേതെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ കിട്ടിയാൽ ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇത് മിസ്യൂസ് ചെയ്തിട്ട് ആളുകൾക്കെതിരെ ഇത് പ്രയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഗവൺമെന്റുകൾക്ക് അധികാരം കൊടുക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ അധികാരത്തിനൊക്കെ എന്ത് ചെയ്യണം? ഒരു പരിധി നിശ്ചയിക്കണം. ഓരോ വിഭാഗം പരസ്പരം കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇവര് കൃത്യമായിട്ട് എന്ത് ചെയ്തു? അധികാരങ്ങൾക്കൊക്കെ പരിധി നിശ്ചയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, നമ്മുടെ ജനങ്ങൾക്ക് മൗലികാവകാശങ്ങൾ പോലുള്ള അവകാശങ്ങളും നമുക്ക് നൽകുന്നതിലൂടെ, അതുപോലെ തന്നെ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം നമുക്ക് നൽകുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും അവരെ നിയന്ത്രിക്കാൻ വേണ്ടിക്കൊണ്ട് കഴിയും. ഓക്കെ, അപ്പം അധികാരങ്ങൾ നൽകുന്നതോടൊപ്പം അതിന്റെ പരിധിയും ആര് തന്നെ നിർണയിച്ചിട്ടുണ്ട്? ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ഇനി ഒരു ജനാധിപത്യ ഭരണഘടന ഒരിക്കലും ഗവൺമെന്റിന് അനിയന്ത്രിതമായ അനിയന്ത്രിതം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ അങ്ങോട്ട് അൺലിമിറ്റഡ് ആയിട്ട് അധികാരങ്ങൾ നൽകുന്നുണ്ടോ? ഇല്ല. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പരിധി നിശ്ചയിക്കും. ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞ പോലെ ഏകാധിപത്യോ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യം എന്നുള്ള രീതിയിലായി പോകും, അല്ലെ? അതുകൊണ്ട് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വിവിധ ഘടകങ്ങൾക്കായിട്ട് വീതം വെച്ച് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, പിന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിക്കൊണ്ട് വേറൊരു സ്വതന്ത്ര സ്ഥാപനം, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അധികാരങ്ങൾ വീതിച്ച് നൽകിയിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഓരോന്നിനും പരിധി നിശ്ചയിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. നോക്കിയേ, സ്വാതന്ത്ര്യവും സമത്വപൂർണവുമായ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നമ്മുടെ ആമുഖത്തിൽ പറയുന്ന കാര്യമില്ലേ? ആമുഖത്തിൽ എന്തൊക്കെയാ പറയുന്നത്? ആമുഖം പറയുന്നുണ്ട് രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ, അല്ലെ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം സമൂഹത്തിന്റെ ഒരു ലക്ഷ്യം കാണിക്കണം എന്നുള്ളത് എന്താണ്? ഭരണഘടനയുടെ ഒരു ചുമതലയാണ്. ഓക്കെ, ഇനി അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗരേഖകൾ വിവരിക്കുന്നതും അതത് രാഷ്ട്രത്തിനുള്ള ഭരണഘടനയാണ്. അപ്പൊ ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ, ഇപ്പൊ സമത്വം നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ വരുന്ന ഒരു കാര്യമാണ്, അല്ലെ? അത് നേടിയെടുക്കാനുള്ള മാർഗം ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, സമത്വത്തിനുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞു. ഇനി സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാനുള്ള നമ്മളൊരു ലക്ഷ്യമാണ് സ്വാതന്ത്ര്യമായിട്ടുള്ള, എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പുവരുത്താൻ വേണ്ടിക്കൊണ്ട് മൗലികാവകാശങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലേ? അങ്ങനെ ഈ ലക്ഷ്യങ്ങൾ നേടാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എവിടെ തന്നെ പറയുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. ഓരോരുത്തർക്കും ഓരോരോ പേഴ്സണാലിറ്റി ആയിരിക്കും. ഇപ്പൊ എന്റെ പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഓരോരുത്തരുടേതും വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഈ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ മൊത്തം എന്ത് ചെയ്യാണ്? ഒരു മൗലിക വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ് ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണഘടന അവിടെയുള്ള ആളുകളുടെ, അതായത് ഈ ജനങ്ങളുടെ മൊത്തം വ്യക്തിത്വത്തിനെയാണ് നമ്മൾ ഈ ഒരു മൗലിക വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസൃതമായിട്ടാണ് അതിന് നമ്മൾ പ്രവർത്തിക്കുക. നോക്കുക, വ്യക്തിത്വമുള്ള വ്യക്തികളുടെ കൂട്ടായ്മയാണെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ ചില പ്രത്യേകതകളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യം,
രാജ്യമാണ്. അപ്പൊ നാളെ ഇവിടെ ഒരു ഹിന്ദുവിനെയോ ഒരു മുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യനെയോ കാണുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമില്ല, നമുക്കറിയാം ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം എന്നുള്ളത്, അല്ലെ? എന്നാ നേരെ മറിച്ച് ഒരു ഏകമത രാജ്യം, ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ എടുത്ത് നോക്കിയാലോ, അവിടെ ഒരു ഏകമത രാജ്യമാണെന്നുള്ള അവർക്കറിയാം. അപ്പൊ അവരുടെ ഒരു വ്യക്തിത്വം ചിന്താഗതിയൊക്കെ എങ്ങനെയായിരിക്കും, അവിടെ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾക്ക് അനുസരിച്ച് അവിടെയുള്ള ആളുകൾ പെരുമാറുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊക്കെ പല രീതിയിലുള്ള ആളുകളാണ്, പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതോ ഏകദേശം ഒരു രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ ഭരണഘടനയുടെ ചുമതലകൾ നമ്മൾ പറഞ്ഞത്? ഏകോപനവും ഉറപ്പും നൽകുന്നു, അല്ലെ? പിന്നെ ഗവൺമെന്റിന് അധികാരം ആർക്കാണെന്നുള്ളത് വ്യക്തമാക്കുന്നു. ഈ അധികാരത്തിന് എന്ത് ചെയ്യുന്നു? പരിധി നിശ്ചയിക്കുന്നു. സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനയുടെ ചുമതലകൾ. ഓരോ രാജ്യത്തിന്റെയും ഭരണഘടനയുടെ ചുമതലകളാണ് ഈ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഭരണഘടനയുടെ ആധികാരികത. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് ഇതായിരിക്കും, എന്താണ് ആധികാരികത? എന്താ ആധികാരികത എന്ന് പറഞ്ഞാൽ, ഒരു ഭരണഘടനയ്ക്ക് എങ്ങനെ സ്വീകാര്യത ലഭിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങള് എത്രത്തോളം ഒരു ഭരണഘടനയെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണിത് ആധികാരികത എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാ ഭരണഘടനയുടെ ആധികാരികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? നോക്ക്, പ്രഖ്യാപന രീതി, പിന്നെ മുഖ്യ വ്യവസ്ഥകള്, സന്തുല സ്ഥാപന രൂപരേഖ. നോക്കിയേ, ആദ്യം നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാ? പ്രഖ്യാപന രീതികളെ കുറിച്ചാണ്. നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൽ ഭരണഘടനയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് എന്തെന്ന് പറയുന്നത്? ആധികാരികത, ജനങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതി. നമ്മൾ പറയുന്നു പ്രഖ്യാപന രീതി. ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു, ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു, ഇതൊക്കെ പറയുന്ന ഒരിതാണ് എന്തെന്ന് പറയുന്നത്? പ്രഖ്യാപന രീതി. ഓക്കെ, ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രഖ്യാപന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭരണഘടന നോക്കാം, നമ്മളെ ഭരണഘടന നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ്? നമ്മളെ ഭരണഘടനയുടെ പ്രഖ്യാപന രീതി എങ്ങനെയാ? നമ്മളെ എല്ലാരെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന, അല്ലെ, നമ്മളെ പ്രതിനിധീകരിച്ച് നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ദേശീയ നേതാക്കളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭരണഘടന എന്ത് ചെയ്തു? രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു, അല്ലെ? നോക്കിയേ, ഭരണഘടന ഉണ്ടാക്കാൻ പ്രാപ്തരായ പൊതുസമ്മതരും ആദരണീയമായിട്ടുള്ള, അതായത് അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്തുന്ന സമയത്ത് പലതരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേശീയ നേതാക്കൾ. ഈ ദേശീയ നേതാക്കൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഈ സമരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പല കാര്യങ്ങളും നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോട് വിശ്വാസ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഇവരാണ് നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നത് എന്നുള്ളപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് പ്രഖ്യാപന രീതി. എന്താ പ്രഖ്യാപന രീതി എന്ന് പറഞ്ഞാൽ, ഒരു ഭരണഘടന എങ്ങനെ നിലവിൽ വന്നു, ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രഖ്യാപന രീതി നമ്മളെ രീതിക്ക് നോക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്, അല്ലെ? ഇനി അടുത്ത കാര്യം പറയുന്നത് എന്താ? ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ. ഭരണഘടന ആളുകൾ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യം നമുക്ക് നോക്കണം, അല്ലെ? നോക്ക്, ഭരണഘടനയുടെ ഉള്ളടക്കമാണ് അതിലെ വ്യവസ്ഥകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ യുക്തിസഹവും തൃപ്തികരവുമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ അതെന്താവും? കൂടുതൽ ആധികാരികത ഉണ്ടാവും. അതായത് ഓരോ വിഭാഗത്തിന് എന്ത് കിട്ടണം? അവിടെ പ്രാതിനിധ്യം കിട്ടണം. അപ്പൊ നമ്മുടെ ഭരണഘടന നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി പീപ്പിളിനെ മാത്രം നോക്കിക്കൊണ്ട് ഉണ്ടാക്കിയതാണോ നമ്മുടെ ഭരണഘടന? അല്ല. എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓരോ വിഭാഗത്തിനെയും അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ, ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യണം. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെങ്കിലോ എല്ലാ വിഭാഗത്തിന് അവകാശങ്ങളൊക്കെ കൊടുക്കണം. നമ്മുടെ മൗലികാവകാശങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ടൊരു സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അത് ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രമാണ്, അല്ലെ? അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും സംവരണം കൊടുക്കുന്നതിലൂടെയും പല സ്ഥലത്തും പ്രാതിനിധ്യം കൊടുക്കുന്നതിലൂടെയും ചില വിഭാഗത്തിനെയും സ്ത്രീകളെയും ഒക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭരണഘടന എല്ലാ വിഭാഗത്തിനും എന്ത് കൊടുക്കണം?
പ്രാതിനിധ്യം കൊടുക്കണം. അതുപോലെ എല്ലാ വിഭാഗത്തിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണഘടനയായിരിക്കണം നമ്മുടേത്. അപ്പൊ ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകളും ആരെ അക്സെപ്റ്റ് ചെയ്യണം? ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന സംവരണവും ന്യൂനപക്ഷ അവകാശങ്ങളും ഒക്കെ എന്താണ്? ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകളിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സമൂഹത്തെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള വ്യവസ്ഥകളായിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, സന്തുലിത സ്ഥാപന രൂപരേഖ. ഭരണഘടനയിൽ വിവിധ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുന്നു നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ വ്യവസ്ഥകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഓരോ സ്ഥാപനങ്ങൾ രൂപീകരിക്കുകയും ഈ സ്ഥാപനങ്ങൾ തന്നെ പരസ്പരം കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം എന്ത് നടത്തുന്നത്? ഒരു പ്രവർത്തനം നടക്കേണ്ടത് അല്ലെ. ഒരു സ്ഥാപനത്തിന് എന്ത് കൊടുക്കരുത്? കൂടുതൽ അധികാരങ്ങൾ കൊടുക്കരുത്. അപ്പം നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തിനും ഒക്കെ അധികാരങ്ങൾ കൊടുക്കുന്ന ആരാ? ഭരണഘടനയാണ്. പക്ഷെ ഈ അധികാരങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഇതിനൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നീതിന്യായ വിഭാഗം ഈ രണ്ട് വിഭാഗത്തിനെയും കൺട്രോൾ ചെയ്യാനും ഉണ്ടാക്കാൻ നീതിന്യായ വിഭാഗത്തിന് പറ്റും. അതേപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗത്തിനും ഈ രണ്ട് വിഭാഗത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഈ നിയമനിർമ്മാണ വിഭാഗത്തിന് നീതിന്യായ വിഭാഗത്തിലുള്ള ജഡ്ജിമാരെ ഇംപീച്ച്മെന്റ് ചെയ്യാനും കാര്യനിർവഹണ വിഭാഗത്തിലുള്ള ആളുകളോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഒക്കെ കഴിയും. അതുപോലെ കാര്യനിർവഹണ വിഭാഗത്തിനും അങ്ങനെ എല്ലാ വിഭാഗത്തിനെയും നിയന്ത്രിക്കാൻ വേണ്ടിക്കൊണ്ട് കഴിയും. അപ്പൊ ഓരോന്നെന്താണ്? ഒരു ഇക്വിലിബ്രിയം വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? സന്തുലിത സ്ഥാപന രൂപരേഖ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോക്കിയേ, ഭരണഘടനയിലെ വിവിധ വ്യവസ്ഥകളും സ്ഥാപനങ്ങളും പരസ്പര പൂരകമായി വരത്തക്ക രീതിയിൽ സംവിധാനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സന്തുലന സ്ഥാപന രൂപരേഖ. പരസ്പരം എന്ത് ചെയ്യുന്ന പോലെ? പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ. ഇനി ഇവിടെ ഉദാഹരണം കൊടുക്കുന്നുണ്ട്. എന്താ, ഏതെങ്കിലും ഒരു ഇതിൽ പെട്ടിട്ട് നമ്മളിത് ഒഴിവാകുന്നതിന് വേണ്ടിക്കൊണ്ട് ഓരോ വിഭാഗത്തിനും പ്രത്യേകം എന്ത് കൊടുക്കുകയാണ്? അധികാരങ്ങളും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഓക്കെ, ഈ അധികാരങ്ങൾ വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും അധികാരം വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്ക്, നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്കാണ്. അതിൽ ഞാനൊരു കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ ശില്പിയായി അറിയപ്പെടുന്ന ആരാണ്? BR അംബേദ്കർ ആണ്. PSC എപ്പോഴും ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം BR അംബേദ്കർ ഒറ്റയ്ക്കാണ് ഭരണഘടന ഉണ്ടാക്കിയെന്നാണോ? അല്ല, അതും അവിടെ പറയുന്നുണ്ട്. നോക്കാം, ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്ക്, ഒന്ന് നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും. രണ്ടാമത്തത് വിചിന്തന തത്വം. പേടിക്കേണ്ട, പേര് കേട്ടിട്ട് നമുക്ക് പഠിക്കാം. ഇനി നടപടിക്രമങ്ങൾ, പിന്നെയോ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, പിന്നെ സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ. കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നോക്കുക, ഫസ്റ്റത്തെ കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവും ഘടനയും. നോക്ക്, എങ്ങനെയാ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളത്? അവിഭക്ത ഇന്ത്യയിലാണ് ഭരണഘടന രൂപീകരിച്ചതെന്ന് നമുക്കറിയാം. അവിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിഭജനത്തിന് മുന്നേയുള്ള ഇന്ത്യ. അപ്പൊ ഈ വിഭജനത്തിന് മുന്നേയുള്ള ഇന്ത്യയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്ത് ചെയ്തത്? ഭരണഘടന രൂപീകരിച്ചത്. അപ്പൊ നോക്ക് നിങ്ങൾ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് പ്രവിശ്യകളിൽ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ട്. ഈ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങള് ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ അനുസരിച്ച് പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പം ക്യാബിനറ്റ് മിഷനുള്ള ശരിക്കും ക്യാബിനറ്റ് മിഷന്റെ ശരിക്കുള്ള പേരെന്താന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നാണ്. എന്താണ്? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. അപ്പൊ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ വന്നിട്ടുള്ള ഈ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങള് പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള അംഗങ്ങൾ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാലോ? വിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന രൂപീകരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ വിഭക്ത ഇന്ത്യയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, വിഭക്ത ഇന്ത്യയിലല്ല, അവിഭക്ത ഇന്ത്യയിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. എന്താണ് അവിഭക്തം വിഭക്തം എന്ന് മനസ്സിലായില്ലേ? വിഭജനത്തിന് മുൻപ്, വിഭജനത്തിന് ശേഷം. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ഡിസംബർ 9 എന്ത് ചെയ്യുന്നത്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഡിസംബർ 9 എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സമ്മേളനം നടക്കുന്നു. അതിൽ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന എപ്പോഴാ? ഡിസംബർ 11. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ ആണ് അവിടെ കാണിക്കുന്നത്. എന്തൊക്കെയാ ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ? എങ്ങനെയാ ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്? ജനസംഖ്യാനുപാതികമായിട്ട്
ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും, അല്ലെങ്കിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിന് എന്ത് കൊടുത്തു? സീറ്റുകൾ കൊടുത്തു. ഈ സീറ്റുകൾ കൊടുത്ത ജനസംഖ്യാനുപാതികമായിട്ടാണെന്ന് പറഞ്ഞു. ജനസംഖ്യാനുപാതികമായിട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ട് സഭയിൽ ഒരാൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ സീറ്റുകൾ അനുവദിച്ചു കൊടുത്തത്. അപ്പം അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവിശ്യയിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ അവിടുന്ന് കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവും. കുറവ് ജനസംഖ്യയുള്ള പ്രവിശ്യയിൽ നിന്ന് നാട്ടുരാജ്യത്തൊക്കെ എന്തായിരിക്കും? കുറവ് അംഗങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ജനസംഖ്യാനുപാതികമായിട്ടാണ്. അപ്പം ജനസംഖ്യാനുപാതികം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ അംഗങ്ങളെ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കുന്നുള്ളത്. ഇനി ഈ വിഭാഗങ്ങളെ തന്നെ മൊത്തമായിട്ട് എന്ത് ചെയ്തു? 3 വിഭാഗമായിട്ട് വീതിച്ചു. എങ്ങനെ? മുസ്ലിം, സിഖ്, പൊതുവിഭാഗം. മുസ്ലിം, സിഖ്, ജനറൽ എന്നായിട്ട് വിഭജിച്ചു. എന്നിട്ട് ഓരോ സമുദായത്തിലെയും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തത്. അപ്പൊ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ പ്രതിനിധീനെ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ജനറൽ അല്ലെ, ആ ഒരു വിഭാഗം അല്ലെന്ന് അന്ന് കാണുന്ന ഈ പൊതുവിഭാഗം അല്ലെങ്കിൽ ജനറൽ എന്ന് പറയുന്നത്. ഈ മുസ്ലിം, സിഖ് ഒഴികെയുള്ള ബാക്കി എല്ലാ വിഭാഗങ്ങളും ഏതിലുണ്ടായിരുന്നു? ഈ ജനറൽ വിഭാഗത്തിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാലോ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എല്ലാ മത വിഭാഗത്തിനും പ്രാതിനിധ്യം നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലെ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ സിഖും ജനറൽ ഉൾപ്പെടെയുള്ള ഒഴികെയുള്ള ബാക്കിയുള്ള വിഭാഗങ്ങൾ ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്? പൊതുവിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം, നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ഷൻ നടന്നത്. ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക, ഒന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, ഞാനിവിടെ വിശദീകരിച്ച് ടൈം കൂട്ടുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇനി നാട്ടുരാജ്യങ്ങളിൽ എന്താ സംഭവിച്ചത്? നാട്ടുരാജ്യങ്ങൾ ഇതുപോലെ ഇലക്ഷനും കാര്യങ്ങളൊന്നും നടന്നില്ല. അത് കൂടി ആലോചിച്ചിട്ട് എന്ത് ചെയ്തു? നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകെ 389 അതിൽ പ്രവിശ്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296, നാട്ടുരാജ്യത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നാട്ടുരാജ്യത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ, കൂടിയാലോചനയിലൂടെ തീരുമാനിച്ചതല്ലേ. അപ്പൊ നാട്ടുരാജ്യങ്ങളിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 93. ഇതിൽ 292 എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നില്ലേ? ഇത് ഈ പ്രവിശ്യയിൽ തന്നെ വൈസ്രോയിമാര് ഭരിച്ചിരുന്ന പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് എത്ര അംഗങ്ങളായിരുന്നു? 292 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പം ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് അല്ലെങ്കിൽ പ്രവിശ്യന്ന് എത്ര അംഗങ്ങളാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഏത് എഴുതണം? 296 തന്നെയാണ് PSC ഇതുവരെ ആൻസർ കൊടുത്തിട്ടുള്ളത്. 92 ഓപ്ഷനിൽ ഉണ്ടെങ്കിലും നമുക്ക് 96 തന്നെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്കി 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യ എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഇതാണ് ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ. നമ്മൾ പറയുന്നത് എന്താ? ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാ. ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തത് അതിന്റെ രൂപീകരണം, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. പിന്നെ അതിന്റെ ഘടനയാണ് നോക്കേണ്ടത്. ഓക്കെ, ഇത് നോക്കി നിങ്ങൾ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒരു സാമൂഹ്യ ജനാധിപത്യമാക്കി നാം മാറ്റേണ്ടതുണ്ട്. അതായത് നമ്മളെ ജനാധിപത്യം എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ഏതൊരു രീതിയിലാ? ജനങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ രാഷ്ട്രീയ അവകാശങ്ങൾ മാത്രമേ അവിടെ ഫുൾഫിൽ ആവുന്നുള്ളൂ. അത് മാത്രം പോരെ, ഇവിടെ എങ്ങനെയുള്ള അവകാശങ്ങളും കൂടെ ഫുൾഫിൽ ആവണം. ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ സാമൂഹ്യ ജനാധിപത്യം എന്നുള്ള രീതിയിൽ അത് മാറണം. അതായത് ആളുകൾക്ക് സമത്വവും സ്വാതന്ത്ര്യം, ആളുകൾക്കിടയിൽ സാഹോദര്യവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാന്നുള്ളൂ? ഈ ഒരു ജനാധിപത്യം കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്ക്, ത്രിതത്വത്തിലെ വ്യത്യസ്ത ഘടകങ്ങൾ എന്ന രീതിയിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ കണക്കാക്കേണ്ടതില്ല. നോക്ക്, ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർപെടുത്താനുള്ള ശ്രമം ജനാധിപത്യത്തിന്റെ ഉദ്ദേശത്തിനെ പരാജയപ്പെടുത്തുന്നത് തുല്യമാകും. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും, സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നും, നോക്കണേ, സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും, സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നും വേർപിരിക്കുക സാധ്യമല്ല. ആരുടെ വാക്കുകളാ? BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള. എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും, സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നും വേർപിരിക്കാൻ സാധ്യമല്ല. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്താവും? ഭൂരിപക്ഷത്തിന് കൂടുതലായിട്ടും അവകാശങ്ങൾ, അധികാരങ്ങൾ ഉള്ള പോലെയാവും. ഓക്കെ, സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം അതും പോസിബിൾ ആയിട്ടുള്ളതല്ല. അതിനും എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു വാക്ക് അവിടെ നോക്കി വെക്കുക കേട്ടോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടന
നോക്കുക, 47-ലെ ജൂൺ 3 പദ്ധതി അടിസ്ഥാനമാക്കി, ജൂൺ 3 പ്ലാൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യ വിഭജിക്കുന്നത്. ഈ വിഭജിക്കാൻ വേണ്ടിക്കൊണ്ട് വേറൊരു ഉദ്യോഗസ്ഥനാണ് നിയമിക്കുന്നത്, സിറിൽ റാഡ്ക്ലിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇങ്ങനെ ഇന്ത്യ വിഭജിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്തു? ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി. അവരെങ്ങോട്ട് തന്നെ പോയി? പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യ എന്ത് ചെയ്തു? അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചു. ഇന്ത്യ എന്നും പാകിസ്ഥാനും, ഒരു ഏകമത രാജ്യവും പിന്നെ ഒരു മതേതര രാജ്യവും രൂപീകരിക്കപ്പെട്ടു അല്ലെ. അങ്ങനെ ഇവർ പോയതിന്റെ ഫലമായിട്ട് എത്ര അംഗസംഖ്യ കുറഞ്ഞു? 90 പേർ അങ്ങോട്ട് പോയി. അപ്പം എത്രയായി? 299 ഇനി ഈ 299 പേരിൽ ഭരണഘടന അവസാനമായിട്ട് 1950 ജനുവരി 24 പാസാക്കിയ സമയത്ത്, അല്ലെങ്കിൽ അവസാന യോഗം ചേർന്ന സമയത്ത് 284 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വോട്ട് ചെയ്തിട്ടുള്ളത്. എത്ര പേരാണ്? 284 പേര് ഭരണഘടനയിൽ വോട്ട് ചെയ്തല്ല ഒപ്പുവെച്ചിട്ടുള്ളത്. എത്ര പേരെ ഒപ്പുവെച്ചിട്ടുള്ളത്? 284 പേര്. ഇനി ജനുവരി 26-നാണ് എന്ത് ചെയ്തത്? ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ള എപ്പോഴാ? 1949 നവംബർ 26. ആ ദിനമാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ടും നിയമദിനമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഭരണഘടനയുടെ രൂപീകരണവും ഘടനയും നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പുതിയ പൗരസങ്കല്പത്തിന് നമ്മുടെ ഭരണഘടന രൂപീകരണം നൽകി. കാരണം എന്താ വെച്ചാല്, അന്ന് ഈ രാജ്യം വിഭജിച്ച് 2 രാജ്യമായി മാറിയ സമയത്ത് പാകിസ്ഥാൻ നോക്കിയിട്ടുള്ളത് അവരുടെ പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? മതമായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു വാചകമുണ്ട് അല്ലെ, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മതേതരത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ പൗരത്വ സങ്കല്പം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല? മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല എന്ത് ചെയ്തത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത്. അത് മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്തുണ്ടായിരുന്നു? എല്ലാ മതവിഭാഗവും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ 3 മതവിഭാഗങ്ങൾ പറഞ്ഞു, അതിൽ തന്നെ ഞാൻ പറഞ്ഞു ജനറൽ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു. ഇനി പട്ടിക വിഭാഗത്തിൽപ്പെട്ട 28 അംഗങ്ങളും, പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിലോ കോൺഗ്രസിനായിരുന്നു കുറച്ചും കൂടെ എന്ത്, അത് നമുക്ക് ആലോചിച്ച് അറിയുന്ന കാര്യമാണ്. അന്നത്തെ പ്രബല രാഷ്ട്രീയ കക്ഷികളാണ് INC പിന്നെ മുസ്ലിം ലീഗും അല്ലെ. അപ്പൊ INCക്ക് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ കുറവ് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗാണ്. ക്ലിയർ അല്ലേ? ഇനി ഭരണഘടനയെ അടിസ്ഥാനമാക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന അടുത്ത കാര്യം എന്താ? വിചിന്തന തത്വമാണ്. എന്താ വിചിന്തന തത്വം എന്ന് പറയുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ എന്ന് പറയുന്നത്, നോക്കുക, ഭരണഘടന നിർമ്മാതാക്കൾ പല വിധത്തിലുള്ള ആളുകളാണ്, പല മതത്തിൽ നിന്നുള്ള ആളുകളാണ് നമ്മൾ പറഞ്ഞു. ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളും എന്താണ്? ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളും ഒരാളുടെ വ്യക്തി താല്പര്യത്തിനോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്ന വിഭാഗത്തിൽ നിന്നുള്ള, ഞാനിപ്പം ബുദ്ധമത വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്, അപ്പൊ ഞാൻ ബുദ്ധമത വിഭാഗത്തിനെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഭരണഘടനയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. അവിടെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്, പൊതു കാരണത്തെയാണ്. അതായത് പബ്ലിക് റീസൺ, പബ്ലിക്കിന്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്തിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അപ്പൊ ഈ ചർച്ച ചെയ്തതിലൂടെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിചിന്തന തത്വം. പ്രാതിനിധ്യ സ്വഭാവത്തിൽ നിന്നും മാത്രമല്ല ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആധികാരികത പറയുന്നത്. എന്താ? ഭരണഘടന തയ്യാറാക്കുന്നത് സ്വീകരിച്ച നടപടിക്രമങ്ങൾ, അതിലെ അംഗങ്ങൾ അവരുടെ ചർച്ചകളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്? ഇതിനെ ബാധിക്കേണ്ട കാര്യങ്ങളാണ്. സമൂഹത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള അംഗങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ ഓരോരുത്തരും ഓരോരോ വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെങ്കിൽ പോലും ആ വിഭാഗത്തിന്റെ ഒരു ചിന്തയിൽ നിന്ന് മാത്രമല്ല അവർ ചിന്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധമത വിഭാഗത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ ഞാനിപ്പോ ബുദ്ധമതത്തിന്റെ ആളുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്? അല്ല. അപ്പൊ ഇവിടെ നോക്ക്, പൊതു കാരണം, പബ്ലിക് റീസൺ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ചർച്ചയിൽ ഇടപെട്ടത്. ഓരോ ആളുകൾക്കും പറയാനുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തു? അവിടെ ചർച്ച ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഓരോന്നിനും എന്തുണ്ടായിരുന്നു? ആളുകൾ തമ്മിൽ എതിരഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗാന്ധിജിയുടെ പല ആശയങ്ങളോടും കോൺഗ്രസിലെ പല ആശയങ്ങളോടും ആർക്ക് യോജിപ്പില്ലായിരുന്നു? അംബേദ്കറിന് യോജിപ്പില്ലായിരുന്നു. പട്ടേലും നെഹ്റുവും തമ്മിൽ എന്തുണ്ടായിരുന്നു? പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഓരോ കാര്യങ്ങൾ പാസ്സാക്കുമ്പോഴും അതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ഭരണഘടന ചർച്ച ചെയ്തു എന്നാണ് ഈ വിചിന്തന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശക്തമായ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ച കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നത്, ഒന്ന്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം
എങ്ങനെയായിരിക്കണം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എന്നുള്ള ഒരു കാര്യം. അത് തമ്മിൽ എന്തുണ്ടായിരുന്നു, കേന്ദ്രത്തിന് എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കണം, സംസ്ഥാനത്തിന് എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കണം എന്നൊക്കെ തമ്മിൽ സംബന്ധിച്ച് എന്തുണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങൾ ആളുകൾ തമ്മിൽ സംസാരിച്ചപ്പോൾ. ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. ഓക്കെ, ഇവരെങ്ങനെയാണ് മൊത്തം ആളുകളെ പ്രതിനിധീകരിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറിയുടെ അധികാരങ്ങളെ സംബന്ധിച്ച് ജുഡീഷ്യറിക്ക് കുറെ അധികാരങ്ങൾ കൊടുത്താൽ അവർക്കൊരു സ്വേച്ഛാധിപത്യം വന്നുവോ എന്നുള്ളൊരു പ്രശ്നം അല്ലെ. സ്വത്തവകാശത്തിന് ഭരണഘടന സംരക്ഷണം നൽകണോ വേണ്ടയോ എന്നുള്ളത് ഒരു സംശയമായിട്ട് അന്ന് നിലനിന്നു. പിന്നെ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണഘടന അല്ലെങ്കിൽ എല്ലാം യൂണിയനിലാണോ വേണ്ടത്, അല്ലെങ്കിൽ പവേഴ്സ് ഒക്കെ ഡീസെൻട്രലൈസ് ചെയ്യണോ എന്നുള്ള ഒരു എന്തായിരുന്നു അന്നൊരു വിഷയമായിരുന്നു. ഇനി ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഒരു വ്യവസ്ഥ യാതൊരുവിധ വാദപ്രതിവാദങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ ആളുകൾ എതിരഭിപ്രായം ഇല്ലാതെ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണത്? ആർട്ടിക്കിൾ 326. എന്താ ആർട്ടിക്കിൾ 326? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർമ്മിച്ച് വെക്കട്ടെ. യാതൊരുവിധ വാദപ്രതിവാദങ്ങളും ഇല്ലാതെ പാസ്സാക്കിയത്. ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് PSCക്ക് ഓപ്ഷൻ തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 4 എണ്ണം ഉള്ളത്. അതിലൊന്ന് മാറ്റിയിട്ട് വേറൊന്ന് തന്നു കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കേന്ദ്ര സംസ്ഥാന ബന്ധം, ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ, പിന്നെ സ്വത്തവകാശത്തിന് സംരക്ഷണം നൽകണോ അല്ലെങ്കിൽ കേന്ദ്രീകൃതാണോ വികേന്ദ്രീകൃതാണോ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി ഭരണഘടനയുടെ നടപടിക്രമങ്ങളും എന്താണ് ആളുകൾ സ്വീകരിക്കുന്നതിന് സ്വീകാര്യത ഉണ്ടാവുന്നതിനുള്ള ഒരു ഘടകമായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ നടപടിക്രമങ്ങൾ എന്തായിരുന്നു? ഈ ഭരണഘടനാ നിർമ്മാണ സഭേനെ കുറെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു അല്ലെ. ആ ഗ്രൂപ്പുകളെ നമ്മൾ കമ്മിറ്റികൾ എന്നാണ് വിളിച്ചത്. മെയിനായിട്ട് 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റിയുടെ ഒക്കെ ചെയർമാൻമാര് BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും പട്ടേലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ കമ്മിറ്റികളൊക്കെ കൂടെ എന്ത് ചെയ്തു, ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ട് എന്നിട്ട് ആർക്കാ കൊടുക്കുക? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക്. എന്നിട്ട് ഈ കമ്മിറ്റികളുടെ മൊത്തം റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു, വലിയൊരു കരട് രൂപം തയ്യാറാക്കി. ഒരു ഡ്രാഫ്റ്റ്, ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനു രൂപീകരിച്ചത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ രൂപീകരിച്ച്. അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അംഗീകാരം കൊടുത്ത ആരാ? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും കടുത്ത വിമർശകരായിരുന്നു ആര്? അംബേദ്കർ. ഇനി പട്ടേലും നെഹ്റുവും ആവട്ടെ നിരവധി വിഷയങ്ങളിൽ വിയോജിപ്പുള്ള ആളുകളായിരുന്നു. ഇനി ഇവിടെ നോക്കിയേ, ചില വ്യവസ്ഥകൾ, അതായത് ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു, ചില വ്യവസ്ഥകൾ വോട്ടെടുപ്പിന് തന്നെ വിധേയമാക്കേണ്ടി വന്നു. അസംബ്ലി 2 വർഷത്തിനും 11 മാസത്തിനും ഇടയിൽ എത്ര തവണ? 166 ദിവസങ്ങളിൽ യോഗം ചേർന്നു. ഈ യോഗങ്ങൾ എന്ന് പറയുന്നത് പത്രപ്രവർത്തകർക്കും പിന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, അതിർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. ഓക്കെ, അന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഇനി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ കുറിച്ച്, നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു. കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മിറ്റികളുടെ അഭിപ്രായം വെച്ചിട്ട് എന്ത് ചെയ്തു, ഡ്രാഫ്റ്റ് രൂപം തയ്യാറാക്കി. അവസാനമായിട്ട് ഈ ഡ്രാഫ്റ്റ് ചർച്ചയ്ക്ക് എടുത്തു. എന്നിട്ടും പിന്നെ 1 വർഷത്തിലേറെ ചർച്ച ചെയ്തു. പിന്നെ എന്നിട്ട് കുറെ ഭേദഗതികൾ ആ ഡ്രാഫ്റ്റിൽ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് 49 നവംബർ 26 എന്ത് ചെയ്ത്, ഈ ഡ്രാഫ്റ്റിന് അംഗീകാരം കൊടുത്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? നമുക്ക് അറിയാം, BR അംബേദ്കർ. 7 അംഗങ്ങളായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അല്ലെ. ഇനി നോക്ക്, ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം. നമ്മുടെ നേതാക്കള് ഈ ദേശീയ സമരം, സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു, വാഗ്ദാനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്ത വാഗ്ദാനങ്ങൾ അവർ പാലിക്കണമെങ്കിൽ, അതായത് അവരാണല്ലോ കൂടുതലായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉള്ളത്. അപ്പൊ ഈ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യണം, പാലിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെ ഉൾപ്പെടുത്തണം? ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൽ ഉന്നയിച്ച അടിസ്ഥാന ആശയങ്ങളാണ് എവിടെ ഉൾപ്പെടുത്തിയ? ലക്ഷ്യപ്രമേയത്തിൽ. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്നുള്ള ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു, നല്ല രീതിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ലക്ഷ്യപ്രമേയം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ്സ് മനസ്സിലാവുന്നതാണ്. ഇനി 46 ഡിസംബറിൽ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. പ്രഥമ സമ്മേളനം ഇവിടെ പറയുന്നത്, ആദ്യത്തെ സമ്മേളനം ആരംഭിക്കുന്നത് 46 ഡിസംബർ 9 ഡിസംബർ 23 വരെ ഉണ്ടായിരുന്നു ഒരു വലിയ സമ്മേളനം. ആദ്യത്തെ ഒരു സമ്മേളനം എന്നുള്ളതോടെ ഉദ്ദേശിക്കുക, അല്ലാണ്ട് ആദ്യത്തെ ദിവസം എന്നല്ല കേട്ടോ. ആ ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക. 46 ഡിസംബർ 13 എന്ത് ചെയ്തിട്ടുള്ള ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി നോക്ക്, സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ. ഒരു ഭരണഘടന ആധികാരിക ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു
സന്തുലിത സ്ഥാപനമായ രൂപരേഖയായിരിക്കണം ഭരണഘടന എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ തന്നെയാണ്. നോക്കി, അധികാര കേന്ദ്രീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫെഡറൽ സംവിധാനം സ്വീകരിച്ചു. അതിൽ തന്നെ കേന്ദ്ര പ്രാദേശിക ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്തു? അധികാരങ്ങൾ വിഭജിച്ചു കൊടുത്തു. അധികാരം വിഭജനത്തിന് വേണ്ടിയിട്ടോ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം അങ്ങനെ വിഭജിച്ചു കൊടുത്തു. അതായത് കേന്ദ്രീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനായിട്ട് അധികാരങ്ങൾ കൊടുത്തു. പിന്നെയോ അധികാര വിഭജനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഭജിച്ച് നൽകി അല്ലെ. ഇനി കാര്യനിർവഹണ വിഭാഗത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പാർലമെന്ററി ഭരണ സമ്പ്രദായം രൂപീകരിച്ചു. അപ്പൊ പാർലമെന്റിന് ഇവരെ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾക്കുള്ള അധികാരങ്ങൾ കൊടുത്തു. ചുരുക്കത്തില് ഭരണ സൗകര്യത്തിനും അധികാര വിഭജനത്തിനും വികേന്ദ്രീകരണത്തിനും വേണ്ടി വിവിധ സ്ഥാപനങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കുകയും അവയെല്ലാം എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇവിടെ പറഞ്ഞ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടന എല്ലാവരും സ്വീകരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആധികാരികമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും, പിന്നെ വിചിന്തന തത്വം, ചർച്ചയിലൂടെയാണ് തീരുമാനമെടുത്തതെന്നുള്ളത് അല്ലെ. പിന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, പിന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, പിന്നെ പറയുന്നത് സ്ഥാപനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ചില ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പം പല ആൾക്കാരും വിമർശനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന എന്താ കടമെടുത്തൊരു ഭരണഘടനയാണ്. അങ്ങനെയല്ല. നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഒരു കാര്യം അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മുടെ രാജ്യം തന്നെ ആ രാജ്യത്തിന് എൻറ്റയർലി ഡിഫറെന്റ് ആ വൈവിധ്യങ്ങളുള്ള രാജ്യം. അപ്പൊ അവിടെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് ആക്കി എടുത്തു. അങ്ങനെ കടമെടുത്ത ആശയങ്ങളാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടന് കടമെടുത്ത ആശയങ്ങളാണ് നിയമവാഴ്ച, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. എന്താ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ എന്ന് പറഞ്ഞാല് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി സമ്പ്രദായം, സ്പീക്കറിന്റെ സ്ഥാനവും പദവിയും, പിന്നെയോ നിയമനിർമ്മാണ നടപടികൾ. കാനഡയിൽ നിന്നാണ് നമ്മൾ അർദ്ധ ഫെഡറൽ സംവിധാനവും അവശിഷ്ട അധികാരങ്ങളും. ഫ്രാൻസിൽ നിന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പദങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങളും ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ അവലോകനം എന്ന് പറഞ്ഞ കാര്യവും, പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എടുത്ത. അയർലാൻഡിൽ നിന്നാണ്, ഐറിഷ് ഭരണഘടന എന്ന് പറഞ്ഞാൽ അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ കാര്യം കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് കടമെടുത്ത ആശയങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമ്മൾ പഠിച്ചു 8 കമ്മിറ്റികൾ. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. ശരിയാണ്. ഇനി അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. നമ്മൾ പഠിച്ചു ആണല്ലോ അല്ലെ. ഇവിടെ ഈ ഒരു പാരഗ്രാഫ് വായിച്ചാലേ നമുക്ക് ഈ ആൻസർ കിട്ടുള്ളൂ. ഇവിടെ നോക്ക്, 8 പ്രധാന കമ്മിറ്റികൾ അല്ലെ. ഇവിടെ നോക്ക്, അടുത്ത സെന്റൻസ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്ക്, പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനാനുമതി ലഭിച്ചിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ നിങ്ങൾ? ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിക്കൊണ്ടിട്ടതാണ്. അപ്പൊ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഓൺലി അല്ലെ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ പഠിച്ചു എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസിനായിരുന്നു ആധിപത്യം. ഇനി അത് പറയുന്ന സെന്റൻസുകൾ നോക്ക്. ഇവിടെ നോക്ക്, സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസിനായിരുന്നു മേധാവിത്വം. ഓക്കെ, അതിലേതാ ആൻസർ വരിക? ഇതിലേതാ ആൻസർ വരിക? ഓൾ ഓഫ് ദ അബോവ്. എല്ലാം ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്ക്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് സംഘടിപ്പിച്ചത്. ആദ്യ യോഗം 47 ഓഗസ്റ്റ് 15-നാണ്. തെറ്റാണ് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇവിടെ നോക്ക്, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ആദ്യ യോഗം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത്. ഇത് തന്നെയാണ് സെയിം ഒരു പാരഗ്രാഫിൽ തന്നെയാണ് എന്ത് വരുന്നത്? ചോദ്യങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാ ആൻസർ വരുന്ന? 1ഉം 2ഉം ശരി, 3-മത്തത് തെറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനകത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ലക്ഷ്യപ്രമേയത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പ്രത്യേകം തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലക്ഷ്യപ്രമേയത്തിന്റെ പ്രധാന ആശയങ്ങൾ ആമുഖം എന്നുള്ളൊരു ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോൾ ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണാം. ഒന്ന് സ്പീഡാക്കി കണ്ടാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നമ്മുടെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്? ഒന്ന്,
മെയിനായിട്ട് എന്താ ഭരണഘടനയുടെ ചുമതലകൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഭരണഘടനയുടെ ചുമതല എന്നുള്ളത്? 2 ഭരണഘടന ആളുകൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. 3-ാമത്തെ കാര്യം ഇന്ത്യൻ ഭരണഘടന നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്ത് ഉറപ്പ് വരുത്തുക, കാര്യങ്ങളൊക്കെ സെന്റൻസുകളൊക്കെ ഉറപ്പ് വരുത്തുക, മനസ്സിലുണ്ടാവണതൊക്കെ എക്സാം ഹോളിൽ പോകുന്ന സമയത്തും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്